Very good evening and welcome, dear students. Today we start a new chapter, that is chapter number 5, Biomolecules. First chapter, Plant Kingdom. Second chapter, Morphology of Flowering Plants. Third chapter, Anatomy of Flowering Plants. Fourth chapter, Cell, the basic unit of life. These 4 chapters we already completed. Today we start the 5th chapter. In NCERT it is given as chapter 9, but we count it as 5th chapter. 5th chapter is biomolecule. In this chapter, we are going to study some important biomolecules in the living system. We also study to find out the presence of biomolecule. A chemical analysis is done. Then we will study a comprehensive account of one of the most important biomolecule which do many functions in the living system, that is proteins working as enzyme. These are the different topics we have to discuss. So we can divide this chapter into 7 topics. ഈ ചാപ്റ്ററിനെ നമുക്ക് 7 ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ടോപ്പിക്ക് ഫസ്റ്റ് ടോപ്പിക്ക് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂ. കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂ. ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ലിവിങ് ടിഷ്യൂസിൽ പ്രസൻ്റ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം. NCERT 2 മെത്തേഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ എ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് കെമിക്കൽ അനാലിസിസ് ഓഫ് living tissues. Section A, we are going to study the methods. NCERT 2 മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡ്. എന്താണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ? എന്താണ് ട്രൈക്ലോറോ? ഒന്നാമത്തെ ടോപ്പിക്കാണ് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസ്. അതിനെ നമ്മൾ സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എയിൽ ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നു, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസ്. 2 മെത്തേഡുകളാണ് NCERT പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡിൽ എങ്ങനെയാണത് കണ്ടക്ട് ചെയ്യുക? In the first step, living tissues are grind in trichloroacetic acid. കുറച്ച് ലിവിങ് ടിഷ്യൂസ് എടുത്ത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക, നന്നായിട്ട് അരയ്ക്കുക. ഇഡ്ഡലിക്ക് മാവൊക്കെ അരയ്ക്കുന്നത് പോലെ ലിവിങ് ടിഷ്യൂസ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടും. നമ്മളതിനെ സ്ലറി എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ തിക്ക്
slurry is obtained. We get a thick slurry, a semi-solid substance. പിന്നീട് എന്ത് ചെയ്യുന്നു? The slurry is filtered. The slurry is filtered to separate, filtrate. The slurry is filtered to separate, filtrate. That is acid soluble fraction and retentate acid insoluble fraction. ഇപ്പോൾ ലിവിങ് ടിഷ്യൂസ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്കൊരു സ്ലറി, ഒരു സെമി സോളിഡ് ആയിട്ടുള്ള, ഒരു തിക്കായിട്ടുള്ള, ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കിട്ടും. ഈ സ്ലറി നമ്മൾ ഫിൽറ്റർ ചെയ്യും. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യില്ലേ? അപ്പോൾ ആ ചായയുടെ അരിപ്പയിൽ കൂടി കടന്നു പോരുന്ന ഭാഗം, അതായത് ലിക്വിഡ് പാർട്ട്, ആ അരിപ്പയുടെ ഉള്ളിൽ കൂടി കടന്നു പോരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അരിപ്പയിൽ കൂടി കടന്നു വരാത്ത ഭാഗത്തിനെ നമ്മൾ റിറ്റൻഡേറ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ ഫിൽട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലറി ഇസ് ഫിൽട്ടേർഡ് ടു സെപ്പറേറ്റ്, filtrate. Filtrate is the acid soluble fraction. ട്രൈക്ലോറോ അസറ്റിക് ആസിഡിലെ സോളിബിൾ ആയിട്ടുള്ള ഭാഗം, അതാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫിൽട്രേറ്റ് ആ ഫിൽറ്ററിംഗ് ഡിവൈസിൽ കൂടി കടന്ന് പോകുന്നു. So that is called filtrate. Filtrate is acid soluble fraction. ഇനി ആ ഫിൽറ്ററിംഗ് ഡിവൈസിൽ കൂടി കടന്നു പോരാൻ പറ്റാത്തത്, അതായത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡിലെ ഡിസോൾവ് ചെയ്യാത്ത സബ്സ്റ്റൻസ്, we call them as retentate. We call them as retentate. That is acid insoluble fraction. We call it as acid insoluble fraction. So slurry is filtered to separate, filtrate and retentate. Filtrate is acid soluble fraction. Retentate is acid insoluble fraction. The next step of this method is both filtrate and retentate are chemically analyzed. ഫിൽട്രേറ്റും റീറ്റൻറ്റേറ്റും കെമിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ അനാലിസിസ് ആയിരിക്കാം. അത് NCERT പഠിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എന്നിരുന്നാലും ഫിൽട്രേറ്റും റീറ്റൻറ്റേറ്റും കെമിക്കൽ അനാലിസിസിന് വിധേയമാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് ലഭിക്കുന്നത്? അതായത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഉപയോഗിച്ചുള്ള കെമിക്കൽ അനാലിസിസ് നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻ എന്താണ്? That is, this method provides information about organic compounds. ലിവിങ് ടിഷ്യൂസിലെ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതെല്ലാമാണ് എന്ന ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതാണെന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. ഇതാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഈസ് ആഷ് അനാലിസിസ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ആഷ് അനാലിസിസ്. ആദ്യത്തെ മെത്തേഡ് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസിലെ സെക്ഷൻ എയിൽ നമ്മൾ മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആദ്യത്തേത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡ്. രണ്ടാമത്തേതാണ് ആഷ് അനാലിസിസ്.
ആഷ് അനാലിസിസ്. എന്താണ് ആഷ് അനാലിസിസിൽ ചെയ്യുന്നത്? എ സ്മോൾ എമൗണ്ട് ഓഫ് ലിവിങ് ടിഷ്യൂ ഈസ് വെയ്ഡ്, dried and burnt to ash. ഒരു ചെറിയ എമൗണ്ട് ലിവിങ് ടിഷ്യൂസ്, അതിൻ്റെ വെയിറ്റ് നോക്കുന്നു, അതിനുശേഷം അത് ഡ്രൈ ചെയ്യുന്നു, വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ബേൺ ചെയ്ത് ആഷാക്കി മാറ്റും. ഇവിടെ ബേണിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കത്തിക്കുകയല്ല ചെയ്യുന്നത്, ഒരു ഓവനിൽ വെച്ച്, ഒരു ഇലക്ട്രിക് ഓവനിൽ വെച്ച് അതിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ അത് ചാരമായിട്ട് മാറുന്നു, ആഷായിട്ട് മാറും. ഇതിലെന്താണ്? ദിസ് ആഷ് ഈസ് അനലൈസ്ഡ്. ഈ ആഷാണ്, ഈ ചാരമാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്? ദിസ് മെത്തേഡ്, ആഷ് അനാലിസിസ്, provides information about inorganic elements. Provides information about inorganic elements. Ash analysis വഴിയായിട്ട് എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നത്? Provide information about inorganic elements. Trichloroacetic acid provides information about organic compound. അങ്ങനെ രണ്ട് മെത്തേഡുകളാണ്. ഇനി സെക്ഷൻ ബിയിലെ നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസംസ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് നോൺ ലിവിങ് മാറ്റർ. കെമിക്കൽ അനാലിസിസിനെ വിധേയമാക്കും. ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് മാറ്ററും കെമിക്കൽ അനാലിസിസിന് വിധേയമാക്കിയാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്, ഓർ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് നോൺ ലിവിങ് മാറ്റർ. NCERT, with the help of a table given in 9.1, it gives the difference between living matter and living organisms and non-living matter. It is not that much easy to remember. It is not that much easy to remember the complete table. But however, we can note most important difference in the between living organisms and non-living matter. Okay, let us look into that table. Then, this is the table. That is table 9.1. Table 9.1 gives a comparison between living matter and non-living and living matter. Then, to represent that non-living matter, Earth's crust is taken. To represent the living matter, human body is taken. To represent the living matter, human body is taken. To represent the non-living matter, Earth's crust is given. If you look into the table, the most striking difference is the amount of carbon, hydrogen, oxygen and nitrogen.
carbon, hydrogen, oxygen and nitrogen are comparatively high in living matter, but it is comparatively low in non-living matter. One striking difference we can see is amount of carbon, hydrogen, oxygen and nitrogen are high in living matter, but it is less in non-living matter. അതായത് ലിവിങ് മാറ്ററും നോൺ ലിവിങ് മാറ്ററും കെമിക്കൽ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇവയുടെ എമൗണ്ട് ലിവിങ് മാറ്ററിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നോൺ ലിവിങ് മാറ്ററിൽ വളരെ കുറവായിരിക്കും. പിന്നീട് നമുക്ക് കാണാവുന്ന വേറൊരു ഇതാണ് സിലിക്കോൺ. സിലിക്കോൺ ലിവിങ് മാറ്ററിൽ വളരെ കൂടുതലുണ്ടായിരിക്കും, നോൺ ലിവിങ് മാറ്ററിൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ലിവിങ് മാറ്ററിൽ സിലിക്കോണിൻ്റെ എമൗണ്ട് നെഗ്ലിജിബിൾ ആയിരിക്കും. സിലിക്കോണിൻ്റെ എമൗണ്ട് നെഗ്ലിജിബിൾ ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ ഏകദേശം മോർ ഓർ ലെസ് ലിവിങ് മാറ്ററിലും നോൺ ലിവിങ് മാറ്ററിലും ഒക്കെ സെയിം ആണ്. കാൽഷ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് കാണുന്നുണ്ട്. നോൺ ലിവിങ് മാറ്ററിൽ എർത്ത് ക്രസ്റ്റിൽ 3.6 ആണ്, പക്ഷേ ഹ്യൂമൻ ബോഡിയിൽ 1.5 ഉള്ളൂ. സോഡിയം അതുപോലെ തന്നെ എർത്ത് ക്രസ്റ്റിൽ ഒരല്പം കൂടുതലാണ്, ഹ്യൂമൻ ബോഡിയിൽ കുറവാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. വാല്യൂസ് ഓർത്തിരിക്കുക അത്ര എളുപ്പമല്ല, പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇവയുടെ എമൗണ്ട് ലിവിങ് മാറ്ററിൽ വളരെ കൂടുതലായിരിക്കും. ബയോമോളിക്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ചാപ്റ്ററിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് മാറ്ററിൽ നമ്മൾ ഈ ടേബിളാണ് ഓർത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ ടോപ്പിക് നമ്പർ 1 കഴിഞ്ഞു. ടോപ്പിക് നമ്പർ 1 എന്തായിരുന്നു? ദാറ്റ് ഈസ് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസ്. കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസ് എന്ന ടോപ്പിക് നമ്പർ 1 കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിക് നമ്പർ 2ലേക്ക് കിടക്കാം. ടോപ്പിക് നമ്പർ 2 ബയോമോളിക്യൂൾസ്. ടോപ്പിക് നമ്പർ 2 ബയോമോളിക്യൂൾസ്. ഇതിൽ നമ്മൾ ഈ ടോപ്പിക്കിനെ നമ്മൾ 2 സെക്ഷനുകളായിട്ട് തിരിക്കുകയാണ്. ബയോമോളിക്യൂൾ എന്ന ചാപ്റ്റർ ആ ടോപ്പിക് നമ്പർ 2വിനെ 2 സെക്ഷനുകളായിട്ട് തിരിക്കുന്നു. സെക്ഷൻ എ ആണ് ഡെഫിനേഷൻ. എന്താണ് ബയോമോളിക്യൂൾസ്? സെക്ഷൻ എ we bring a definition. What are biomolecules? All carbon containing compounds present in living organisms are called biomolecules. ലിവിങ് ഓർഗാനിസങ്ങളിൽ കാണുന്ന എല്ലാ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളെയും ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ഓൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് present in living
organisms. They are called biomolecules. The second point is biomolecules are also called metabolites. Biomolecules are also called metabolites. Metabolites എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ഫോംഡ് ഇൻ മെറ്റബോളിസം. മെറ്റബോളിസം വഴിയായിട്ട് ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ മെറ്റബോളൈറ്റ്സ് ആർ പ്രോഡക്റ്റ് ഓഫ് metabolism. Biomolecules are metabolites. Metabolites are product of metabolism. ഇപ്പോൾ സെക്ഷൻ എയില് നമ്മൾ ബയോമോളിക്യൂൾസിൻ്റെ ഡെഫിനിഷനാണ് പഠിച്ചത്. വാട്ട് ആർ ബയോമോളിക്യൂൾസ്? ഓൾ കാർബൺ കണ്ടെയ്നിങ്, ലിവിങ് ഓർഗാനിസങ്ങളിൽ കാണുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. They are also called metabolites, chemical substances formed in metabolism, otherwise called products of metabolism. Then, at section B, we study classification of biomolecules. Section B, classification of ബയോമോളിക്യൂൾസ്. ഇവിടെ നമ്മൾ രണ്ട് തരം ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റോൾ ഇൻ ഫിസിയോളജി. ഫിസിയോളജിയിൽ ബയോകെമിക്കൽസിൻ്റെ റോളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ is based on role in physiology. Based on role in physiology. Based on role in physiology, biomolecules are grouped into two. ഫിസിയോളജിയിലെ ബയോകെമിക്കൽസിൻ്റെ റോള് പരിഗണിച്ചുകൊണ്ട് ബയോമോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബയോമോളിക്യൂൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് പ്രൈമറി മെറ്റബോളൈറ്റ്, രണ്ടാമത്തെ ഗ്രൂപ്പ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഹാവ് എ റോൾ ഇൻ ഫിസിയോളജി. പ്രൈമറി മെറ്റബോളൈറ്റിനെ ഫിസിയോളജിയിൽ, ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജിയിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റോളുണ്ട്, അറിയപ്പെടുന്ന ഒരു റോളുണ്ട്, വ്യക്തമായ ഒരു റോളുണ്ട്. ലിവിങ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ സെല്ലിൽ വ്യക്തമായ റോളുള്ള ബയോമോളിക്യൂൾസിനെ പ്രൈമറി മെറ്റബോളൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ദേ ഹാവ് എ ഡെഫിനിറ്റ് റോൾ, ദേ ഹാവ് എ നോൺ റോൾ, ദേ ഹാവ് എ ക്ലിയർ കട്ട് റോൾ ഇൻ ദ ഫിസിയോളജി. അങ്ങനെയുള്ള ധാരാളം മോളിക്യൂൾസ് നമുക്കറിയാം. സെല്ലിലെ അല്ലെങ്കിൽ വ്യക്തമായ റോളുകളുള്ള ബയോമോളിക്യൂൾസ്. എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഫാറ്റ്, പ്രോട്ടീൻസ്, എമിനോ ആസിഡ്സ്, ന്യൂക്ലിക് ആസിഡ്. ഇവയ്ക്കൊക്കെ ലിവിങ് ഓർഗാനിസത്തിലെ സെല്ലില് വ്യക്തമായ റോളുകളുണ്ട്. ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂൾസിന് അറിയപ്പെടുന്ന ഒരു റോള് ഇല്ല, നമുക്കറിയാവുന്ന ഒരു റോള് ഇല്ല. പക്ഷെ അവ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുമില്ല. അതാണ് പ്രശ്നം. വൈ ദേ ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. പക്ഷെ നമ്മുടെ അറിവില് ഇപ്പോൾ അവയ്ക്ക് വ്യക്തമായ റോൾ ഇല്ല. പക്ഷേ അവ ഈ പ്രോഡക്റ്റ് കൊണ്ട്, ഈ കെമിക്കൽസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, നമുക്കുണ്ട്.
പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനില്ല. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനില്ല. അങ്ങനെയുള്ള ബയോമോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. That is, secondary metabolites have no role in the physiology of host organism. Secondary metabolites-നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിൽ, അതായത് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ റോള് ഇല്ല. ഇല്ല എന്നിവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ അറിവിൽ ഇല്ല. നാളെ എന്തെങ്കിലും റോള് കണ്ടുപിടിച്ചാൽ അവയെ സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന വിഭാഗത്തിൽ നിന്ന് മാറ്റി പ്രൈമറി മെറ്റബോളൈറ്റിലേക്ക് മാറ്റും. ഇന്ന് അത് സെക്കൻഡറി മെറ്റബോളൈറ്റിലാണ്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം, ഹോസ്റ്റ് ഓർഗാനിസത്തിൽ അവയ്ക്ക് റോളില്ലെങ്കിലും അവ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് മെനി ഓഫ് ദം ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ വെൽഫെയർ. Many of them are useful to human welfare. ഉദാഹരണത്തിന് കോഫി പ്ലാന്റ് അതിൻ്റെ സീഡിൽ കെഫീൻ എന്ന ഒരു ആൽക്കലോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോഫി പ്ലാന്റ് അവയുടെ സീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡാണ് കെഫീൻ. പക്ഷെ കെഫീൻ എന്ന ഈ ആൽക്കലോയിഡിന് കോഫി പ്ലാന്റിൽ ഒരു റോളുമില്ല. നമ്മൾ ആ കെഫീൻ എന്ന ആൽക്കലോയിഡ് ഉള്ളത് കൊണ്ടാണ് കാപ്പി ഉണ്ടാക്കിയിട്ട് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷവും ഒരു പ്രത്യേക ഊർജവും ലഭിക്കുന്നത്. അത് ഈ കെഫീൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ കെഫീൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ഉത്സാഹം കാപ്പി കുടിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ടീ പ്ലാന്റിൽ അതിൻ്റെ ലീഫിൽ തെയിൻ എന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ആ ആൽക്കലോയിഡ് ടീ പ്ലാന്റിൽ ഈ ആൽക്കലോയിഡിന് ഒരു റോളുമില്ല. എന്നാൽ ടീ അല്ലെങ്കിൽ നമ്മൾ ചായപ്പൊടി ഉപയോഗിച്ച് ചായ തയ്യാറാക്കുമ്പോൾ ആ ചായപ്പൊടിയിലുള്ള ആ തെയിൻ ആ ഹോട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും ചായ കഴിക്കുന്ന നമുക്ക് ഈ തെയിൻ എന്ന ആൽക്കലോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു ഉത്സാഹവും ഉന്മേഷവും അല്ലെങ്കിൽ ഒരു ഉത്തേജനവും ലഭിക്കുന്നു. പക്ഷേ തെയിൻ എന്ന ആൽക്കലോയിഡിന് ടീ പ്ലാന്റിൽ റോളില്ല. NCERT-യിലെ ടേബിൾ 9.3 ഒരു ലോങ് ലിസ്റ്റ് ഓഫ് എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെ. അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് എഴുതുന്നില്ല. ടേബിൾ നമ്പർ 9.3 എടുക്കാം. ടേബിൾ നമ്പർ 9.3 ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് നോട്ട് ടേബിൾ നമ്പർ ടേബിൾ നമ്പർ 9.4 ആയി. ഓക്കെ, യെസ്, ഇവിടെ ടേബിൾ നമ്പർ 9.3 സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ പറ്റിയിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പിഗ്മെന്റ് വിഭാഗത്തിൽ വരുന്ന വരുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് എന്ത്? കരോട്ടിനോയിഡ്സ്, ആന്തോസയാനിൻ. ആൽക്കലോയിഡ് വിഭാഗത്തിൽ വരുന്നു മോർഫിൻ, കൊഡീൻ. ടെർപ്പിനോയിഡ്സ് മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ. എസൻഷ്യൽ ഓയിൽ
ലെമൺ ഗ്രാസ് ഓയിൽ, ടോക്സിൻ വിഭാഗത്തിൽ വരുന്ന എബ്രീൻ റെസിൻ, ലെക്റ്റിൻ വിഭാഗത്തിൽ വരുന്ന കോൺകനാവലിൻ എ, മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന വിൻബ്ലാസ്റ്റിൻ കുർക്കുമിൻ, പോളിമറിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള റബ്ബർ, ഗമ്മ, സെല്ലുലോസ്. ഇതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ടേബിൾ ഓർത്തിരുന്നാൽ മതി. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളായിട്ട് ഈ ടേബിൾ ഓർത്തിരുന്നാൽ മതി. ടേബിൾ 9.3 കൊടുത്തിട്ടുള്ളത് ബയോമോളിക്യൂൾ, മാക്രോമോളിക്യൂൾസ് തുടങ്ങുന്നതിന് മുൻപാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, that is based on role in physiology. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ based on molecular weight. Based on molecular weight. Based on molecular weight, biomolecules are classified into biomicromolecules and biomacromolecules. മോളിക്കുലാർ വെയ്റ്റിനെ ആസ്പദമാക്കി ബയോമോളിക്യൂൾസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: ബയോ മൈക്രോമോളിക്യൂൾ, ബയോ മാക്രോമോളിക്യൂൾ. ബയോ മൈക്രോമോളിക്യൂൾസ് മോളിക്കുലാർ വെയ്റ്റ് ബിലോ 1000 ഡാൾട്ടൺസ്. ബയോ മൈക്രോമോളിക്യൂൾ molecular weight below 1000 Dalton. They are generally acid soluble fraction. Biomicromolecules acid soluble fraction, അതായത് കെമിക്കൽ അനാലിസിസ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡിൽ നമ്മൾ കണ്ട ഫിൽട്രേറ്റിലാണ് ഈ ബയോ മൈക്രോമോളിക്യൂൾസ് കാണപ്പെടുക. അതായത് മിക്കവാറും എല്ലാ ബയോ മൈക്രോമോളിക്യൂൾസും ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ സോളിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ആസിഡ് സോളിബിൾ ഫ്രാക്ഷനിൽ കാണുന്നത്. ആസിഡ് സോളിബിൾ ഫ്രാക്ഷനിൽ കാണുന്നത് ആസിഡ് സോളിബിൾ ഫ്രാക്ഷനിൽ കാണുന്നത്. ഇനി ബയോ മൈക്രോമോളിക്യൂൾസിന് എക്സാമ്പിളാണ് മൂന്ന് NCERT നമ്മൾ 3 എക്സാമ്പിൾ പഠിക്കണം. എമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, നൈട്രജൻ ബേസസ്. എമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, നൈട്രജൻ ബേസ്. ലിപ്പിഡ്സ് ബയോ മൈക്രോമോളിക്യൂൾ ആണെങ്കിലും അത് കാണപ്പെടുന്നത് ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷനിലാണ്. ബയോമോളിക്യൂൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. Generally, biomicromolecules are found in acid soluble fraction. But lipid is a biomicromolecule. It is found in acid insoluble fraction. ആ വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്തിരിക്കണം. ലിപ്പിഡ് മോളിക്കുലാർ വെയിറ്റ് അനുസരിച്ച് ബയോ മൈക്രോമോളിക്യൂളാണ്, പക്ഷേ കാണപ്പെടുന്നത് ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷനിലാണ്. അതിന് കാരണം ലിപ്പിഡ്സ് പ്രധാനമായും സെൽ മെംബ്രെയിനിലാണ് കാണുന്നത്. ലിപ്പിഡ്സ് ആർ ഫൗണ്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ ലിപ്പിഡ്സ് പ്രസന്റ് ഇൻ സെൽ ആർ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ ആൻഡ് ആൾസോ ഇൻ ദി മെംബ്രെയിൻ ഓഫ് ഓർഗൻ. സെല്ലിലുള്ള ലിപ്പിഡ്സ് പ്രധാനമായും സെൽ മെംബ്രെയിനിലും ഓർഗൻസിലുള്ള മെംബ്രെയിനിലുമാണ് കാണുന്നത്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡിൽ ലിവിങ് ടിഷ്യൂസ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഈ മെംബ്രെയിൻ പൊട്ടി ചെറിയ ചെറിയ പീസുകളാകുന്നു. മെംബ്രെയിൻ പൊട്ടി ചെറിയ ചെറിയ പീസുകളായിട്ട് തീരുന്നു. ഈ പീസുകൾ ഈ രണ്ട് അറ്റവും യൂസ് ചെയ്ത് ഒരു വെസിക്കിൾ പോലെയുള്ള ഒരു സ്ഫെറിക്കലായിട്ടുള്ള സ്ട്രക്ചറായിട്ട് തീരുന്നു. വലിയ മെംബ്രെയിൻ പൊട്ടി ചെറിയ ചെറിയ പീസുകളാകുന്നു. ഈ പീസുകൾ പിന്നീട് വെസിക്കിൾ സ്ട്രക്ചറാണ്. ഈ വെസിക്കിൾസ് രൂപം കൊള്ളുന്നത് കൊണ്ടാണ്
ഇത് ആസിഡിലെ വെസിക്കിൾ, ദേ ഫോം വെസിക്കിൾ. ലിപ്പിഡ്സ് ആർ സ്മോൾ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ്. ലിജി ബിനു പറഞ്ഞത് ശരിയാണ്. ലിപ്പിഡ്സ് ആർ സ്മോൾ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്. അതായത് 1000 ഡാൾട്ടണ് താഴെയാണ്. അതുകൊണ്ട് ലിപ്പിഡിനെ ബയോ മൈക്രോ മോളിക്യൂളിലാണ് പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ജനറലി ബയോ മൈക്രോ മോളിക്യൂൾസ് ആസിഡ് സോളിബിൾ ആണ്. പക്ഷേ ലിപ്പിഡ്സ് ആസിഡ് ഇൻസോളിബിൾ ആണ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യില്ല. കാരണം ഓൺ ഗ്രൈൻഡിങ് മെംബ്രെയിൻസ്, ലിപ്പിഡ്സ് പ്രധാനമായിട്ടും കാണുന്നത് മെംബ്രെയിനിലാണ്. സെല്ലിൻ്റെ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഓർഗനൽസിൻ്റെ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇതൊക്കെ സെൽ ഓർഗനിലാണ്. അവയുടെ മെംബ്രെയിനിലാണ് കാണുന്നത്. ഈ മെംബ്രെയിൻ പൊട്ടുമ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് പൊട്ടി ചെറിയ ചെറിയ പീസുകളാവുന്നു. പിന്നീട് ഈ പീസുകളുടെ രണ്ടറ്റവും യോജിച്ച് ദേ ഫോം വെസിക്കിൾ ലൈക്ക് സ്ട്രക്ചർ. ഈ വെസിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് അവ രൂപം കൊള്ളുന്നതുകൊണ്ടാണ് അത് ആസിഡിൽ സോളിബിൾ ആകാത്തത്. മോളിക്കുലാർ വെയിറ്റ് അനുസരിച്ച് ലിപ്പിഡ് ബയോ മൈക്രോ മോളിക്യൂൾ. ഇനി ബയോ മാക്രോ മോളിക്യൂൾസ്, ബയോ മാക്രോ മോളിക്യൂൾസ്, മോളിക്കുലാർ വെയിറ്റ് above 1000 ഡാൾട്ടൺ. മോളിക്കുലാർ വെയിറ്റ് 1000-ന് മുകളിലാണ്, above 1000 ഡാൾട്ടൺ. ഓക്കെ, ഇനി അത് ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷനിലാണ് കാണുന്നത്. ബയോ മാക്രോ മോളിക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷൻ. അതായത് റീറ്റൻഡേറ്റ് എന്ന പാർട്ട് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു, സ്ലറി ഫിൽറ്റർ ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ആസിഡ് സോളിബിൾ ആയിട്ടുള്ള ഭാഗം ഫിൽട്രേറ്റ്, ആസിഡ് ഇൻസോളിബിൾ ആയിട്ടുള്ള ഭാഗം റീറ്റൻഡേറ്റ്. അപ്പോൾ ബയോ മാക്രോ മോളിക്യൂൾസ് 1000 ഡാൾട്ടണിന് മുകളിൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ളതാണ്. അത് ഏത് വിഭാഗത്തിൽ വരുന്നു? ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷനിൽ വരും. ഇങ്ങനെയാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ അവസാനിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമോളിക്യൂൾസ് ബേസ്ഡ് ഓൺ 2 ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ ഫിസിയോളജി, ബേസ്ഡ് ഓൺ മോളിക്കുലാർ വെയിറ്റ്. ഇനി നമ്മൾ ടോപ്പിക് നമ്പർ 2 നമ്മൾ അവസാനിപ്പിച്ചു. ബയോമോളിക്യൂളിനെ പറ്റിയുള്ള ഒരു ആമുഖം. അതിൽ നമ്മൾ 2ാമത്തെ ക്ലാസിഫിക്കേഷനെ അനുസരിച്ചാണ് ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് നമ്പർ 3-ലെ നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കും. ടോപ്പിക് നമ്പർ 4-ലെ ബയോ മാക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കും. ഈ ചാപ്റ്ററിൻ്റെ ഒരു സ്കെലിട്ടൺ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നമ്മൾ കെമിക്കൽ അനാലിസിസ് പഠിച്ചു. 2ാമത്തെ ടോപ്പിക്കിലെ ബയോമോളിക്യൂളിനെ പറ്റി പഠിച്ചു, അവയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി 3ാമത്തെ ടോപ്പിക്കിലെ ബയോ മൈക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കും. ശേഷം 4ാമത്തെ ടോപ്പിക്കിലെ ബയോ മാക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് നമ്പർ 3 ബയോ മൈക്രോ മോളിക്യൂൾസ്. ടോപ്പിക് നമ്പർ 3 ബയോ മൈക്രോ മോളിക്യൂൾ. 3 ബയോ മൈക്രോ മോളിക്യൂൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. NCERT നമ്മളോട് ആവശ്യപ്പെടുന്നത് 3 ബയോ മൈക്രോ മോളിക്യൂൾസിനെ പറ്റി പഠിക്കാനാണ്. 1ാമത്തേത് എമിനോ ആസിഡ്, 2ാമത്തേത് ലിപ്പിഡ്, 3ാമത്തേത് നൈട്രജൻ ബേസസ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു വിവരണം നമുക്ക് കിട്ടി. 1ാമത്തെ എത്ര ബയോ നമ്മൾ പഠിക്കുക? 3 ബയോ മൈക്രോ മോളിക്യൂളിനെ പറ്റിയാണ് പഠിക്കുന്നത്. 1ാമത്തെ ബയോ മൈക്രോ മോളിക്യൂളാണ് എന്ത്? എമിനോ ആസിഡ്. ഇനി എമിനോ ആസിഡ്സിനെ പറ്റി നമ്മൾ 5-6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പോയിന്റുകൾ പഠിക്കും. ഓരോ പോയിന്റും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യനാണ്. ഓരോ പോയിന്റിനെയും ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് പറ്റും. ഒന്നാമത്തെ പോയിന്റാണ് നമ്മോട് തന്നെ ചോദിക്കുന്നു എമിനോ ആസിഡ്. അപ്പൊ ഇവിടെ നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾ എന്ന ഈ ടോപ്പിക്കിനെ 3 സെക്ഷനായിട്ട് തിരിക്കും. സെക്ഷൻ എ എമിനോ ആസിഡ്, സെക്ഷൻ ബി ലിപ്പിഡ്, സെക്ഷൻ സി നൈട്രജൻ ബേസസ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ എമിനോ ആസിഡ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? വാട്ട് ആർ എമിനോ ആസിഡ്? എമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. വാട്ട് ഈസ് എമിനോ ആസിഡ്? എന്താണ്? എമിനോ ആസിഡ്സ്, they are organic compounds containing amino group and carboxyl group attached on the same carbon atom. എമിനോ ആസിഡ്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അവയ്ക്ക് എമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവയിൽ എമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ എമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും സെയിം കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കാർബൺ ആറ്റമാണ് ദാറ്റ് ഈസ് ഓൺ ദി ആൽഫ കാർബൺ ആറ്റം. കെമിസ്ട്രിയിൽ നിങ്ങളത് സെക്കൻഡ് ഇയറിൽ വീണ്ടും പഠിക്കും, ബയോമോളിക്യൂള്. അപ്പോൾ കെമിസ്ട്രിയിൽ കാർബൺ ആറ്റം എണ്ണുന്ന രീതിയൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. അപ്പം അത് ആൽഫ കാർബൺ ആറ്റത്തിലാണ്. അതിന് റൂളൊക്കെ ഉണ്ട്, അതിപ്പോൾ നോക്കണ്ട. ഏത് കാർബൺ ആറ്റത്തിലാണ് ഏത് കാർബൺ ആറ്റത്തിലാണ് ഇമ്യൂണോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ളത്? ആൽഫ കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് എമിനോ ആസിഡിനെ ആൽഫ എമിനോ ആസിഡ് എന്നുകൂടി വിളിക്കും. എമിനോ ആസിഡ്സ് ആർ കോൾഡ് ആൽഫ എമിനോ ആസിഡ് because amino group and carboxyl group are attached on the alpha carbon atom. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് ജനറൽ ഫോർമുല ഓഫ് എമിനോ ആസിഡ്. എമിനോ ആസിഡിന്റെ ജനറൽ ഫോർമുല, രണ്ടാമത്തെ പോയിന്റ്. ദിസ് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് എമിനോ ആസിഡ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ കാർബൺ ആറ്റം. അതിന്മേൽ ഒരു എമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ പിന്നീട് ആർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത്. ആർ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഗ്രൂപ്പ്. കെമിസ്ട്രി പഠിച്ച നിങ്ങൾക്ക് അറിയാം. എന്താണ്? കാർബണ് 4 വാലൻസീസ് ആണുള്ളത്. ആ 4 വാലൻസീസ് ആരാണ് ഷെയർ ചെയ്യുന്നത്? ഒരു വാലൻസി എമിനോ ഗ്രൂപ്പ്, ഒരു വാലൻസി കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു വാലൻസി ഹൈഡ്രജൻ ആറ്റം, ഒരു വാലൻസി വേരിയബിൾ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഈ എമിനോ ആസിഡിൻ്റെ ഈ ജനറൽ ഫോർമുലയെ മീത്തൈൻ്റെ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യാം. മീത്തൈനില് ഈ വാലൻസി, കാർബണിന്റെ 4 വാലൻസി 4 ഹൈഡ്രജൻ ആറ്റമാണ് ഷെയർ ചെയ്യുന്നത്. 4 വാലൻസീസ് ഓഫ് മീത്തൈൻ ആർ ഷെയർഡ് ബൈ 4 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം എമിനോ ആസിഡിലെ എമിനോ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം കാർബോക്സിൽ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ ഹൈഡ്രജൻ ആറ്റം അങ്ങനെ തന്നെ നിൽക്കുന്നു. നാലാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ആർ ഗ്രൂപ്പാണ്. സോ എമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തൈൻ. എമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തൈൻ. മീത്തൈനിലെ 4 ഹൈഡ്രജൻ ആറ്റത്തിൽ
3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അത് എമിനോ ആസിഡായി. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബൈ എമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ആർ ഗ്രൂപ്പ്. ഈ ആർ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും. 20 എമിനോ ആസിഡുകളുണ്ട്. ഈ ആർ ഗ്രൂപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആർ ഗ്രൂപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി 3 സെയിം ആയിരിക്കും. അപ്പം ആർ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നാൽ എമിനോ ആസിഡ് വ്യത്യസ്തമായിരിക്കും. NCERT നമ്മളോട് 3 എമിനോ ആസിഡിൻ്റെ ആർ ഗ്രൂപ്പ് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിജി അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 3 എമിനോ ആസിഡ് ആർ. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ആർ ഗ്രൂപ്പ് ഓഫ് സം എമിനോ ആസിഡ്. ആർ ഗ്രൂപ്പ് ഓഫ് സം എമിനോ ആസിഡ്. NCERT 20 എമിനോ ആസിഡിനെയും പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം NCERT നിർബന്ധമായും 3 എമിനോ ആസിഡ്സിൻ്റെ ആർ ഗ്രൂപ്പ് നമ്മളോട് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഏതൊക്കെയാണത്? ഗ്ലൈസീൻ. അതിൻ്റെ ആർ ഗ്രൂപ്പ് ഹൈഡ്രജനാണ്. ഇനി ഹൈഡ്രജനേക്കാൾ സിമ്പിളാകാൻ ഇല്ല. അതുകൊണ്ട് ഗ്ലൈസീൻ ഈസ് ദ സിംപ്ലസ്റ്റ് എമിനോ ആസിഡ്. ദ ആർ ഗ്രൂപ്പ് ഓഫ്, എന്തുകൊണ്ടാണ്? ആർ ഗ്രൂപ്പ് ഓഫ് ഗ്ലൈസീൻ ഈസ് ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജനേക്കാൾ സിമ്പിളായിട്ടൊരു വേരിയബിൾ ഗ്രൂപ്പ് സാധ്യമല്ലാത്തത് കൊണ്ട് ഗ്ലൈസീൻ ഈസ് ദ സിംപ്ലസ്റ്റ് എമിനോ ആസിഡ്. രണ്ടാമത്തെ എമിനോ ആസിഡ് അലാനൈൻ. നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടില്ല. അലാനൈൻ്റെ ആർ ഗ്രൂപ്പ് മീത്തൈൽ ഗ്രൂപ്പാണ്, CH3 ഗ്രൂപ്പാണ്. സെറീൻ മൂന്നാമത്തെ എമിനോ ആസിഡ് ഹൈഡ്രോക്സി മീത്തൈൽ ഗ്രൂപ്പാണ്. സെറീൻ എന്ന എമിനോ ആസിഡിൻ്റെ ആർ ഗ്രൂപ്പ്. ഇത് ഫിഗർ 9.1 മോളിക്കുലാർ സ്ട്രക്ചറിനോട് അടക്കം കൊടുത്തിട്ടുണ്ട് ഈ ആർ ഗ്രൂപ്പിൻ്റെ പടമൊക്കെ. ഫിഗർ നമ്പർ 9.1 ആർ ഗ്രൂപ്പിൻ്റെ പടം, ആർ ഗ്രൂപ്പിൻ്റെ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. ഫിഗർ 9.1 ദിസ് ഈസ് ടേബിൾ 9.1. ഓക്കെ, അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഫിഗർ 9.1 അത് കൊടുത്തിട്ടുണ്ട് ആർ ഗ്രൂപ്പ്. അപ്പോൾ മൂന്നാമത്തെ ആർ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പഠിച്ചു. NCERT 9.1 ഫിഗറിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എമിനോ ആസിഡിനെ നാലാമത്തെ പോയിന്റാണ് പഠിക്കുന്നത്. നാലാമത്തെ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എമിനോ ആസിഡ്. ഇപ്പം 3 പോയിന്റുകൾ പഠിച്ചത്, ആർ ഗ്രൂപ്പ് പഠിച്ചു. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എമിനോ ആസിഡ്. എമിനോ ആസിഡിനെ 3 ക്ലാസിഫൈ ചെയ്യാം. Classification of amino acid. Amino acids are classified into 3. What are they? Acidic amino acid, basic amino acid, and neutral amino acid. Acidic amino acid, basic amino acid, and neutral amino acid. എന്താണ് ബേസിക് എമിനോ ആസിഡ്? നമുക്ക് ഇങ്ങനെ പഠിക്കുന്നത് മോണോ എമിനോ ഡൈ കാർബോക്സിലിക് എമിനോ ആസിഡ്. എന്താണ് എസിഡിക് എമിനോ ആസിഡിൽ ഒരു എമിനോ ഗ്രൂപ്പും 2 കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. കെമിസ്ട്രി പഠിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. എമിനോ ഗ്രൂപ്പ് ബേസിക് ആണ്, കാർബോക്സിൽ ഗ്രൂപ്പ് എസിഡിക് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു എമിനോ ഗ്രൂപ്പും 2 കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ടാകുമ്പോൾ ഏതിനാണ് മുൻതൂക്കം? കാർബോക്സിൽ ഗ്രൂപ്പിനാണ് മുൻതൂക്കം. കാർബോക്സിൽ ഗ്രൂപ്പ് എസിഡിക് ആണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എമിനോ ആസിഡ് എന്താണ്?
അഥവാ എസിഡിക് എമിനോ ആസിഡ്. 2 എമിനോ ആസിഡുകളെ എസിഡിക് ഉള്ളൂ. അവയുടെ പേര് ഓർക്കാൻ എളുപ്പമാണ്. അവയുടെ പേര് ആസിഡിലാണ് അവസാനിക്കുന്നത്. ഏതൊക്കെയാണത്? ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് ആസ്പാർട്ടിക് ആസിഡ്. നോക്കൂ, ഈ എമിനോ ആസിഡുകളുടെ പേര് ആസിഡിലാണ് അവസാനിക്കുന്നത്. ബാക്കി 18 എമിനോ ആസിഡുകളുടെ പേരും അവ എമിനോ ആസിഡ് ആണെങ്കിലും അവയുടെ പേരിൽ ആസിഡ് എന്നുള്ള വാക്ക് ഇല്ല. മനസ്സിലായോ? അപ്പൊ ആസിഡ് എന്നുള്ള വാക്ക് പേരിലുള്ള 2 എമിനോ ആസിഡുകളെ ഉള്ളൂ. അത് ഗ്ലൂട്ടാമിക് ആസിഡ്, ആസ്പാർട്ടിക് ആസിഡ്. ഈ രണ്ടും എസിഡിക് എമിനോ ആസിഡുകളാണ്. അപ്പോൾ ഓർക്കാനുള്ള ഓർക്കാനുള്ള എളുപ്പവഴി എന്താണ്? പേരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആസിഡ് എന്നുള്ള വാക്ക് ഉണ്ടെങ്കിൽ ആ എമിനോ ആസിഡ് എസിഡിക് എമിനോ ആസിഡാണ്. മോണോ എമിനോ ഡൈ കാർബോക്സിലിക് എമിനോ ആസിഡ്. ഒരു എമിനോ ഗ്രൂപ്പ്, 2 കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ കാർബോക്സിൽ ഗ്രൂപ്പിനാണ് മുൻതൂക്കം. ഓക്കെ. ഇനി ബേസിക് എമിനോ ആസിഡ്, ബേസിക് എമിനോ ഡൈ എമിനോ. നോക്കൂ, ഡൈ എമിനോ മോണോ കാർബോക്സിലിക് എമിനോ ആസിഡ്. അവിടെ 2 എമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പേ ഉള്ളൂ. എമിനോ ഗ്രൂപ്പിനാണ് മുൻതൂക്കം. അതുകൊണ്ട് ആ എമിനോ ആസിഡ് ബേസിക് എമിനോ ആസിഡാണ്. 3 എമിനോ ആസിഡുകളെ ബേസിക് ആയിട്ടുള്ളൂ. അതിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ലൈസീൻ, ആർജിനൈൻ, ഹിസ്റ്റഡീൻ. 3 എമിനോ ആസിഡുകളെ ബേസിക് ഉള്ളൂ. എസിഡിക്കിന്റെ പേര് ഓർക്കണ്ട. പേരിൽ ആസിഡ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ അത് എസിഡിക് ആണ്. അപ്പൊ ബേസിക്കിന്റെ 3 പേര് ഓർത്തിരിക്കുക. അപ്പൊ 2 എസിഡിക് എമിനോ ആസിഡ്സ്, 3 ബേസിക് എമിനോ ആസിഡ്. ന്യൂട്രൽ എമിനോ ആസിഡ് മോണോ കാർബോക്സിലിക് എമിനോ ആസിഡ്. മോണോ കാർബോക്സിലിക് എമിനോ ആസിഡ്. അതായത് ഒരു എമിനോ ഗ്രൂപ്പ്, ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ്. 15 എമിനോ ആസിഡുകൾ ന്യൂട്രലാണ്. ഈ 5 വരാത്തതെല്ലാതും ന്യൂട്രലാണ്. 15 എമിനോ ആസിഡ്സ് ആർ ന്യൂട്രൽ. അപ്പോൾ ഒരു എമിനോ ആസിഡ് എസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നറിയാൻ നിങ്ങൾ ആസിഡ് എന്ന പേരുണ്ടോ, ഇല്ലെങ്കിൽ എസിഡിക് അല്ല, ഇത് 3 ആണോ, അല്ലെങ്കിൽ ബേസിക്കും അല്ല, ബാക്കി ഏതെങ്കിലും ആണെങ്കിൽ അത് ന്യൂട്രലാണ്. അപ്പൊ ന്യൂട്രലിന്റെ പേര് ഓർത്തിരിക്കണ്ട. എസിഡിക് അല്ലാത്തതും ബേസിക് അല്ലാത്തതും മായ എമിനോ ആസിഡുകളാണ് ന്യൂട്രൽ എമിനോ ആസിഡ്. സോ 15 എമിനോ ആസിഡ്സ് ആർ ന്യൂട്രൽ, 3 എമിനോ ആസിഡ്സ് ആർ ബേസിക്, 2 എമിനോ ആസിഡ്സ് ആർ എസിഡിക്. 4ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് 5ാമത്തെ പോയിന്റ് എന്താണ്? ആരോമാറ്റിക് എമിനോ ആസിഡ്. 5th point is aromatic amino acid. എന്താണ് aromatic amino acid? Aromatic amino acid contain aromatic ring in R group. Aromatic ring in R group. അതായത് അവയുടെ ആർ ഗ്രൂപ്പ് ഒരു സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കും. ബെൻസീൻ ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ്. അപ്പോൾ ആരോമാറ്റിക് റിംഗ് ആർ ഗ്രൂപ്പായിട്ടുള്ള എമിനോ ആസിഡുകളാണ് ആരോമാറ്റിക് എമിനോ ആസിഡ്. 3 എമിനോ ആസിഡുകളാണ് ആരോമാറ്റിക് എമിനോ ആസിഡുകൾ: ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈമോസിൻ. ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് തൈമോസിൻ.
ദെൻ അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എമിനോ ആസിഡുമായി ബന്ധം. ആറാമത്തെ പോയിന്റ് സൾഫർ കണ്ടെയ്നിങ് എമിനോ ആസിഡ്. അവയുടെ ആർ ഗ്രൂപ്പിൽ സൾഫർ ഉണ്ടായിരിക്കും. their R group, they have sulfur in their R group. R ഗ്രൂപ്പിലെ സൾഫർ ഉള്ള എമിനോ ആസിഡ് ആണ് സൾഫർ കണ്ടെയ്നിങ് എമിനോ ആസിഡ്. രണ്ട് എമിനോ ആസിഡുകളെ സൾഫർ കണ്ടെയ്നിങ് എമിനോ ആസിഡ്സ് ഉള്ളൂ, മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ. മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ. അപ്പൊ രണ്ട് എമിനോ ആസിഡ് സൾഫർ കണ്ടെയ്നിങ്, മൂന്ന് എമിനോ ആസിഡ് എന്താണ്, അരോമാറ്റിക് എമിനോ ആസിഡ്. ഇനി എമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് 6 പോയിന്റ് നമ്മൾ പഠിച്ചു. അവസാനത്തെ പോയിന്റ് ആണ് സ്വിറ്റർ അയോണിക് ഫോം ഓഫ് എമിനോ ആസിഡ്. സ്വിറ്റർ അയോണിക് ഫോം, ഏഴാമത്തെ പോയിന്റ് സ്വിറ്റർ അയോണിക് ഫോം. അവിടെ നമ്മൾ സബ് പോയിന്റ് ആയിട്ട് പഠിക്കുന്നു എന്താണ് സ്വിറ്റർ അയോൺ. വാട്ട് ഈസ് എ സ്വിറ്റർ അയോൺ? ഡൈപോളാർ അയോൺ having both positive and negative charge. ഒരു അയോണിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ സമയം ഉണ്ടെങ്കിൽ അതിനെ സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ ആനയോൺ എന്നും, പോസിറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ കാറ്റയോൺ എന്നും, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ സമയം ഒരു അയോണിൽ ഉണ്ടെങ്കിൽ അതിനെ സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നു. എമിനോ ആസിഡ്സ് സ്വിറ്റർ അയോണിക് ഫോമിലാകാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ടു ഷോ സ്വിറ്റർ അയോണിക് ഫോം? എമിനോ ആസിഡ്സ് സ്വിറ്റർ അയോണിക് ഫോം കാണിക്കാനുള്ള കാരണം എന്താണ്? അതാണ് പറയുന്നത്. ഒന്ന്, എമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് എമിനോ ആസിഡ്സ് ആർ അയോണൈസബിൾ ഇൻ നേച്ചർ. നമ്മൾ പഠിച്ചു എമിനോ ആസിഡ്സില് എമിനോ ഗ്രൂപ്പുമുണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പുമുണ്ട്. ഈ ഗ്രൂപ്പുകൾ അയോണൈസേഷന് വിധേയമാകുന്നതാണ്, അയോണൈസബിൾ ആണ്, അയോണൈസിങ് നേച്ചർ ഉണ്ട്. അതാണ് കാരണം. എമിനോ ആസിഡ്സ് സ്വിറ്റർ അയോണിക് ഫോം കാണിക്കാനുള്ള കാരണം എമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് ആർ അയോണൈസബിൾ ഇൻ നേച്ചർ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് എമിനോ ആസിഡ് സൊല്യൂഷൻസ്, എമിനോ ആസിഡ് solutions having different pH, the structure of amino acids change and show different charges. എമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അയോണൈസബിൾ ആയതുകൊണ്ട് എമിനോ ആസിഡിന്റെ എമിനോ ആസിഡ് സൊല്യൂഷൻ ഫോമിൽ പ്രിപ്പയർ ചെയ്താൽ ആ സൊല്യൂഷനിലുള്ള എമിനോ ആസിഡ് അതിന് ഏത് ചാർജ് ആയിരിക്കും എന്ന് സൊല്യൂഷന്റെ pH ആണ് തീരുമാനിക്കുക. സൊല്യൂഷന്റെ pH അനുസരിച്ച് ആ സൊല്യൂഷനിലുള്ള എമിനോ ആസിഡിന്റെ ചാർജ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അയോണൈസബിൾ നേച്ചർ ആയതുകൊണ്ട്. എമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അയോണൈസബിൾ നേച്ചർ ആയതുകൊണ്ട് ആണിത് സംഭവിക്കുന്നത്. ഓക്കെ, all right, then the other is not that. All right, അപ്പോൾ റീസൺ അയോണൈസൺ. ഇനി നമുക്ക് നോക്കാം ഏത് pH-ലാണ് ഓക്കെ. അറ്റ് pH below 7, that is at pH
below 7 എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 താഴെയാണെങ്കിൽ അറ്റ് പി എച്ച് ബിലോ 7, നമുക്കറിയാം ബിലോ 7 എന്ന് പറഞ്ഞാൽ എസിഡിക് പി എച്ച് ആണ് അല്ലേ. എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 താഴെയാണെങ്കിൽ എമിനോ ആസിഡ്സ് ഷോ cationic form. Amino acids show cationic form. അതായത് പോസിറ്റീവ് ചാർജ് കാണിക്കും. എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 താഴെയാണെങ്കിൽ എമിനോ ആസിഡ്സ് ഷോ cationic form. Then amino at pH above 7 amino acid സൊല്യൂഷൻസിൻ്റെ എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 മുകളിലാണെങ്കിൽ എമിനോ ആസിഡ്സ് ഷോ anionic form. Amino acids show anionic form. അതായത് നെഗറ്റീവ് ചാർജ് കാണിക്കും. എമിനോ ആസിഡ് ഷോ അനയോണിക് ഫോം. ഇനി അറ്റ് പി എച്ച് 7 amino acids show sweeter ionic form. That is both positive and negative. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ എമിനോ ആസിഡ്സ് ഏത് പി എച്ചിലാണ് സ്വിറ്റർ അയോണിക് ഫോം കാണിക്കുക? അറ്റ് പി എച്ച് 7. എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 താഴെയാണെങ്കിൽ അനയോണിക് ഫോമാണ് കാണിക്കുക. 7 താഴെയാണെങ്കിൽ കാറ്റയോണിക് ഫോം. എമിനോ ആസിഡ് സൊല്യൂഷൻ്റെ പി എച്ച് 7 മുകളിലാണെങ്കിൽ അനയോണിക് ഫോം. പി എച്ച് 7 ആണെങ്കിൽ ദാറ്റ് ഈസ് സ്വിറ്റർ അയോണിക് ഫോം. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എമിനോ ആസിഡ് എന്ന സെക്ഷൻ എയിൽ നമ്മൾ 7 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചത്. 7 പോയിന്റ്സ്. ഇനി സെക്ഷൻ ബി ലിപ്പിഡ്സിനെ പറ്റിയാണ്. രണ്ടാമത്തെ മൈക്രോമോളിക്യൂള് ലിപ്പിഡ്. അവിടെ നമ്മൾ ഒരു 4-5 പോയിന്റുകൾ അവിടെ പഠിക്കും. ഒന്നാമത്തെ പോയിന്റ് definition. First point we study about definition. What are lipid എന്നാണ് നമ്മുടെ ചോദ്യം. What are lipid? ഒന്നാമത്, lipids are esters of fatty acid and glycerol. ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിലുള്ള എസ്റ്റേഴ്സ് ആണ് ലിപ്പിഡ്സ്. ജനറലി they are insoluble in water. വെള്ളത്തിലെ സോളിഡ് അല്ല. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, ജനറലി വാട്ടർ ഇൻസോളിബിൾ. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് ഫാറ്റി ആസിഡിനെ പറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് ഫാറ്റി ആസിഡിനെ പറ്റിയാണ്. എന്താണ് ഫാറ്റി ആസിഡ്? സെക്കൻഡ്, ഫാറ്റി ആസിഡ്, ദാറ്റ് ഈസ് ഫാറ്റി ആസിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഫാറ്റി ആസിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് having carboxyl group attached to R group. എന്താണ് ഫാറ്റി ആസിഡ്? They are
organic compounds having carboxyl group attached to an R group. Attached to an R group. Then R group or maybe R group of fatty acid may be. R group of fatty acid may be. മൂന്ന് തരത്തിലുള്ള R ഗ്രൂപ്പ് ആയിരിക്കും ഫാറ്റി ആസിഡ്സിനുണ്ടായിരിക്കുക. ചിലപ്പോൾ അത് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് CH2 ഗ്രൂപ്പ് ആയിരിക്കും. CH2 ഗ്രൂപ്പ്സ് 1 മുതൽ 19 വരെ ആകാം CH2 ഗ്രൂപ്പിന്റെ എണ്ണം. അപ്പോൾ എന്താണ് ഫാറ്റി ആസിഡ്? ഫാറ്റി ആസിഡ്സ് ആർ organic acid. They have carboxyl group attached to R group. R group of fatty acid may be methyl, ethyl or higher number of CH2 group. മൂന്നാമത്തെ പോയിന്റ്, ലിപ്പിഡിൽ നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്, ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ്. Fatty acid, type of fatty acid. That is, fatty acids are grouped into two: saturated fatty acid and unsaturated fatty acid. Fatty acids are grouped into two: saturated and unsaturated. എന്താണ് saturated fatty acid? Saturated fatty acids have only single bond. Saturated fatty acidsന് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. There will be no double bonds. Saturated fatty acid have only single bond. Palmitic acid, example, NCERT തരുന്ന എക്സാമ്പിൾ ആണ് പാൽമറ്റിക് ആസിഡ്. അതിൻ്റെ ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. C16H32O2. C16H32O2. അപ്പോൾ പാൽമറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റം ഉണ്ട്. ദാറ്റ് ഈസ് പാൽമറ്റിക് ആസിഡ് ഈസ് എ 16 കാർബൺ കോമ്പൗണ്ട്. 16 കാർബൺ കോമ്പൗണ്ട്. Unsaturated fatty acid. Unsaturated fatty acid have one or more double bonds. Unsaturated fatty acidന് ഒന്നോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഫാറ്റി ആസിഡുകൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഡബിൾ ബോണ്ട്സ് ഉള്ള ഫാറ്റി ആസിഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. എക്സാമ്പിൾ, arachidonic acid. Arachidonic acid is an unsaturated fatty acid. It is a 20 carbon compound. It is a 20 carbon compound. 20 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ട് ആണ്. The molecular formula, empirical formula is C20H32O2. ഇതാണ് അരാക്കിഡോണിക് ആസിഡ്. കപ്പലണ്ടിയിലുള്ള, ഗ്രൗണ്ട് നട്ടിലുള്ള ഫാറ്റി ആസിഡ്. അതാണ് അരാക്കിസ് ഹൈപ്പോജിയ എന്നാണ് ഗ്രൗണ്ട് നട്ടിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. ആ അരാക്കിസ് എന്നുള്ളതിൽ നിന്നാണ് അരാക്കിഡോണിക് ആസിഡ് എന്ന ആ പേര് രൂപപ്പെട്ടുള്ളത്. ഓക്കെ, ഇനി ലിപ്പിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഇതാണ് ഗ്ലിസറോൾ. നെക്സ്റ്റ് ഈസ് നാലാമത്തെ പോയിന്റ് ആണ് ഗ്ലിസറോൾ. നാലാമത്തെ എന്താണ് ഗ്ലിസറോൾ? ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയ്ൻ. ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയ്ൻ. Then it is an alcohol. Glycerol is an alcohol കാരണം OH ഗ്രൂപ്പ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണ്.
It is a trihydroxy alcohol. It is a trihydroxy alcohol. ഇതാണ് പ്രൊപ്പൈൻ്റെ സ്ട്രക്ചർ. CH3 CH2 CH3. ആ ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി OH ഗ്രൂപ്പ് വരുന്നു. ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറി OH ഗ്രൂപ്പ് വരുന്നു. ഇതിലൊരു ഹൈഡ്രജൻ ആറ്റം മാറി OH ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ CH2OH CHOH CH2OH അതാണ് ഗ്ലിസറോൾ. അതായത് പ്രൊപ്പൈനിലെ 3 OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അതാണ് ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു ഫാറ്റി ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്. 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണേ. ഒന്ന് ബേസ്ഡ് ഓൺ number of fatty acid residues. Based on the number of fatty acid residues. That is monoglycerides, fatty acidന്റെ നമ്പർ അനുസരിച്ച് ഗ്ലിസറോളിനെ 3 ആയിട്ട് തിരിക്കാം. മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ് ആൻഡ് triglyceride. Monoglyceride, diglyceride and triglyceride. മോണോഗ്ലിസറൈഡിൽ ഒരു ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും. ഡൈഗ്ലിസറൈഡിൽ 2 ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും. ട്രൈഗ്ലിസറൈഡിൽ 3 ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും. മോണോ, ഡൈ, ട്രൈ. എത്ര ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിലുള്ള എസ്റ്റർ ആണല്ലോ ലിപ്പിഡ്. അപ്പൊ എത്ര ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും? 1 ആണെങ്കിൽ മോണോഗ്ലിസറൈഡ്, 2 ആണെങ്കിൽ ഡൈഗ്ലിസറൈഡ്, 3 ആണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്. ഡൈഗ്ലിസറൈഡിന്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കണം. മോണോഗ്ലിസറൈഡ്സ് റയറാണ്. ലെസിത്തിൻ ഈസ് എ ഡൈഗ്ലിസറൈഡ്. മോണോ വേണ്ട, പഠിക്കണ്ട. ഇനി ട്രൈഗ്ലിസറൈഡിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ട്രൈഗ്ലിസറൈഡിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫാറ്റ് ആൻഡ് ഓയിൽ. ട്രൈഗ്ലിസറൈഡ്സ് ആർ ഫാറ്റ് ആൻഡ് ഓയിൽ. എന്താണ് ഫാറ്റ്? ഫാറ്റ് they are triglycerides. They are triglycerides having high percentage of saturated fatty acid. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള ട്രൈഗ്ലിസറൈഡ്സ് ആണ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള ട്രൈഗ്ലിസറൈഡ്സ് ആണ് ഫാറ്റ്. അവ ഓർഡിനറി റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കും. ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഫാറ്റ്. 2ാമത്തെ വിഭാഗത്തിൽ വരുന്ന ട്രൈഗ്ലിസറൈഡ് ആണ് ഓയിൽ. അതും ട്രൈഗ്ലിസറൈഡ് തന്നെ, പക്ഷെ ദേ ഹാവ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇവിടെ ഹൈ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഹിയർ ഹൈ പെർസെൻറ്റേജ് ഓഫ് unsaturated fatty acid. ഫാറ്റ് ഓർഡിനറി ടെമ്പറേച്ചറിൽ സോളിഡ് ആണ്, ബട്ട് ഓയിൽസ് ആർ ലിക്വിഡ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ഫാറ്റ് ഈസ് സോളിഡ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ഓയിൽസ് ആർ ലിക്വിഡ് അറ്റ് ഓർഡിനറി റൂം ടെമ്പറേച്ചർ, അതായത് 25 ഡിഗ്രി സെൽഷ്യസ്. ഇനി 5ാമത്തെ പോയിന്റ്, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലിപ്പിഡ്സിന്റെ 2ാമത്തെ ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ്. 2ാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ
chemical composition. Based on chemical composition, lipids are classified into simple lipid, complex lipid, derived lipid. Simple lipid, complex lipid, derived lipid. Simple lipidல ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സിമ്പിൾ ലിപ്പിഡിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫാറ്റ്സും ഓയിൽസും ആ വിഭാഗത്തിൽ വരുന്നതാണ്. ഒരു ലിപ്പിഡില് ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സിമ്പിൾ ലിപ്പിഡ്. കോംപ്ലക്സ് ലിപ്പിഡിൽ ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും, ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, പുറമെ അതർ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, അതർ കോമ്പൗണ്ട്. ലെസിത്തിൻ ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ്. അതില് എന്താണ്, 2 ഫാറ്റി ആസിഡ് ഉണ്ട്, ഒരു ഗ്ലിസറോൾ ഉണ്ട്, പുറമേ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു കോളിൻ ഗ്രൂപ്പ് ഉണ്ട്. കോളിൻ ഗ്രൂപ്പ് ഒരു ഓർഗാനിക് ഗ്രൂപ്പാണ്, നൈട്രജൻ കണ്ടെയ്നിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, അതിന് പുറമെ അതർ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ്, അത് ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ്. സിമ്പിൾ ലിപ്പിഡിൽ ഫാറ്റും ഗ്ലിസറോളും മാത്രമേ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ വിഭാഗം ഡിറൈവ്ഡ് ലിപ്പിഡ്. They are derived from simple and complex lipid on hydrolysis. Okay. സിമ്പിൾ കോമ്പൗണ്ട് ലിപ്പിഡിന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതാണ് ഡിറൈവ്ഡ്. ലെസിത്തിനെ പറ്റി ഞാൻ കുറച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ട്. ലെസിത്തിൻ ഒരു ഡൈഗ്ലിസറൈഡ് ആണ്, കാരണം അതിൽ 2 ഫാറ്റി ആസിഡ് ഉണ്ട്. ലെസിത്തിൻ ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ്, കാരണം ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും പുറമെ ലെസിത്തിനിൽ എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കോളിൻ ഗ്രൂപ്പും ഉണ്ട്. ലെസിത്തിൻ ഒരു ഫോസ്ഫോലിപ്പിഡാണ്, കാരണം അതില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ലെസിത്തിൻ ഒരു ഫോസ്ഫോലിപ്പിഡാണ്, കാരണം അതില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ലെസിത്തിനില് ഒരു കോളിൻ ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻ നൈട്രജൻ കണ്ടെയ്നിങ് കോളിൻ ഗ്രൂപ്പ്. ഇനി ലെസിത്തിന്റെ പ്രാധാന്യം, an important constituent of cell membrane. നമ്മൾ സെൽ മെംബ്രെയിൻ പഠിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ലിപ്പിഡ് ലെസിത്തിൻ വരച്ചിട്ടുണ്ട്. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ ഈ 2 നോൺ പോളാർ ടെയില്, ഇത് പോളാർ ഹെഡ്. അപ്പോൾ ലെസിത്തിനെ പറ്റി കുറച്ച് കൂടുതൽ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ലെസിത്തിൻ ഒരു ഡൈഗ്ലിസറൈഡ് ആണ്, കാരണം 2 ഫാറ്റി ആസിഡ് ഉണ്ട്. ലെസിത്തിൻ ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ്, കാരണം ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും പുറമെ വേറെ ഗ്രൂപ്പുകളുണ്ട്. ലെസിത്തിൻ ഒരു ഫോസ്ഫോലിപ്പിഡാണ്. ലെസിത്തിനിൽ കോളിൻ ഗ്രൂപ്പ് ഉണ്ട്. ലെസിത്തിൻ സെൽ മെംബ്രെയിനിൽ ഒരു ഇമ്പോർട്ടൻ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ബയോ മൈക്രോ മോളിക്യൂളാണ് നൈട്രജൻ ബേസസ്. എന്താണ് നൈട്രജൻ ബേസസ്? They are compounds having heterocyclic ring. Heterocyclic ring എന്ന് വെച്ചാൽ cyclic structure having carbon and nitrogen. Cyclic structure having carbon and nitrogen. ബെൻസീൻ ഹോമോസൈക്ലിക് ആണ്, കാർബൺ മാത്രമേ ഉള്ളൂ. എന്താണ് നൈട്രജൻ ബേസസ്? നൈട്രജൻ ബേസസ് ആർ കോമ്പൗണ്ട്സ് ഹാവിങ് ഹെറ്ററോസൈക്ലിക് റിംഗ്. എന്താണ് ഹെറ്ററോസൈക്ലിക് റിംഗ്?
ഒരു സൈക്ലിക് സ്ട്രക്ചറിൽ ഡിഫറെന്റ് ആറ്റംസ് കാണുമെങ്കിൽ അത് ഹെറ്ററോസൈക്ലിക്. ഇനി ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ്. രണ്ട് തരം നൈട്രജൻ ബേസുകളാണുള്ളത്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. Purines and pyrimidines. Purines are double ring compound. Purines are double ring compound. At position 1, 3, 7, 9 പൊസിഷൻ മാറി അവിടെയൊക്കെ നൈട്രജൻ ആണ് കാണുക. പൊസിഷൻ 2, 4, 5, 6 and 9. 2, 4, 5 അവിടെയൊക്കെ കാർബണാറ്റം ആണ് കാണുക. അതാണ് ഞാൻ പറഞ്ഞ ഹെറ്ററോസൈക്ലിക് റിംഗ്. ഹെറ്ററോസൈക്ലിക് റിംഗ്. സൈക്ലിക് സ്ട്രക്ചറിനകത്ത് കാർബണും നൈട്രജനും ഉണ്ട്. പ്യൂരിൻ ഡബിൾ റിംഗ് കോമ്പൗണ്ട് ആണ്. 1, 3, 7, 9. ഓക്കെ, സോറി, ഇവിടെ ഇത് വേണ്ട. 1, 3, 7, 9 ഈ സ്ഥാനങ്ങളിലൊക്കെ എന്താണ് 2, 4, 5, 6, 8. 1, 3, 7, 9 അവിടെ നൈട്രജനും 2, 4, 5, 6, 8 അവിടെ കാർബണാണ്. പ്യൂരിൻസിന് എക്സാമ്പിൾ ആണ് എഡിനൈൻ ആൻഡ് ഗുവാനിൻ. എഡിനൈൻ ആൻഡ് ഗുവാനിൻ. ഇനി പിരമിഡിൻസ് സിംഗിൾ റിംഗ് കോമ്പൗണ്ട് ആണ്. ഇതുപോലെ 1, 3 പൊസിഷനില് നൈട്രജനും 2, 4, 5, 6 ഈ പൊസിഷനിലെ കാർബണും ആണ് കാണുക. ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ്. Then 3 പിരമിഡിൻസ് ആണ് കാണുന്നത്. ഏതൊക്കെയാ? സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഓക്കെ, ഇനി സൈറ്റോസിൻ, തൈമിൻ. ഇതിലെ എഡിനൈൻ നമ്മൾ പഠിക്കും. എഡിനൈൻ, ഗുവാനിൻ, സൈറ്റോസിൻ. അത് DNA-യിലും RNA-യിലും കാണാം. തൈമിൻ ഓൺലി ഇൻ DNA, യുറാസിൽ ഓൺലി ഇൻ RNA. അപ്പൊ 2 തരം നൈട്രജൻ ബേസുകളെ പറ്റിയാ പറഞ്ഞ്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസ് ഡബിൾ റിംഗ് കോമ്പൗണ്ട് ആണ്. പിരമിഡിൻസ് സിംഗിൾ റിംഗ് കോമ്പൗണ്ട് ആണ്. ഡബിൾ റിംഗ് കോമ്പൗണ്ട് ആയ പ്യൂരിനിലെ 1, 3, 7, 9 എന്നീ പൊസിഷനുകളിലെ നൈട്രജനും 2, 4, 5, 6, 8 പൊസിഷനിലെ കാർബൺ ആണ് കാണുന്നത്. പിരമിഡിൻ സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്. 1, 3 നൈട്രജൻ, 2, 4, 5, 6 കാർബൺ. 3 പിരമിഡിൻസ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. എഡിനൈൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഇത് DNA-യിലും RNA-യിലും കാണാം. തൈമിൻ ഓൺലി ഇൻ DNA, യുറാസിൽ ഓൺലി ഇൻ RNA. നെക്സ്റ്റ്, ന്യൂക്ലിയോസൈഡ്. ഇതാണ് ന്യൂക്ലിയോസൈഡ്. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. ഷുഗറും നൈട്രജൻ ബേസും ചേർന്നാൽ ന്യൂക്ലിയോസൈഡായി. SIDE. ആ ന്യൂക്ലിയോസൈഡ് ആകുമ്പോൾ പേര് മാറി എഡിനൈൻ, എഡിനോസൈൻ, ഗുവാനിൻ, ഗുവാനോസൈൻ, സൈറ്റോസിൻ, സൈറ്റഡിൻ, തൈമിഡിൻ, യുറിഡിൻ. ഇനി 4ാമത്തെ പോയിന്റ്, ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് ഷുഗർ ബേസ്, അതായത് ഇത് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഷുഗർ, നൈട്രജൻ ബേസ്
പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ വീണ്ടും പേര് മാറി. ദെൻ അത് എസിഡിക് നേച്ചറാണ്. എഡിനിലിക് ആസിഡ്, ഗുവാനിലിക് ആസിഡ്, സൈറ്റഡിലിക് ആസിഡ്, തൈബഡിലിക് ആസിഡ്, യുറിഡിലിക് ആസിഡ്, ഈ പേരുകളൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ന്യൂക്ലിയോസൈഡ് ആവുമ്പോൾ SIDE, നോക്കുക പേര്, ഇതാണ് ന്യൂക്ലിയോസൈഡുകൾ. ഇനി ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്, ഇതുവരെ മതി, നമുക്ക് ഇതുവരെ മതി. ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് 5 പോയിന്റ് മതി നമുക്ക്. എന്താണ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോ? റൈബോന്യൂക്ലിയോടൈഡ്സ്. Types of nucleotides. Ribonucleotides. Based on sugar, nucleotides are grouped into 2. Ribonucleotides. Sugar is ribose. Sugar ribose ആണെങ്കിൽ ribonucleotide. Deoxyribonucleotide. Sugar is deoxyribose. Based on sugar, nucleotides are grouped into 2. Based on sugar, nucleotides are grouped into 2. Ribonucleotides, sugar is ribose. Deoxyribonucleotides, sugar otherwise called deoxynucleotide, sugar present is deoxyribose. നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക് നമ്പർ 4 ആരംഭിക്കും, ബയോ മാക്രോമോളിക്യൂൾ. ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ഇന്ന് 3 ടോപ്പിക് പഠിച്ചു. ഒന്നാമത്തെ ടോപ്പിക്ക് കെമിക്കൽ അനാലിസിസ്, 2 മെത്തേഡ് പഠിച്ചു, ട്രൈക്ലോറോ അസറ്റിക് ആസിഡും ആഷ് അനാലിസിസും. രണ്ടാമത്തെ ടോപ്പിക്ക് ബയോമോളിക്യൂള്, അതിൽ നമ്മൾ ബയോമോളിക്യൂൾ എന്താണെന്ന് പഠിച്ചു, ബയോമോളിക്യൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. മൂന്നാമത്തെ ടോപ്പിക്ക് ബയോ മൈക്രോമോളിക്യൂള്, അതിൽ നമ്മൾ 3 മൈക്രോമോളിക്യൂൾസിനെ പറ്റി പഠിച്ചു, എമിനോ ആസിഡ്സ്, ലിപ്പിഡ്, നൈട്രജൻ ബേസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബയോ മാക്രോമോളിക്യൂൾ പഠിക്കും. അവിടെയും 3 മാക്രോമോളിക്യൂൾസിനെ പറ്റിയാണ് പഠിക്കുക, പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്. സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. ഗുഡ് നൈറ്റ്. ഒരു മിനിറ്റ്, ഇത് സേവ് ചെയ്യണ്ട, നമുക്ക്